അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെലന്തീനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതായിട്ട് തോന്നുമെങ്കിലും ഇതിനൊരു 1 സെൻറ്റിമീറ്റർ സൈസ് വലിപ്പേ ഉള്ളൂ. ഇതൊരു ലോങ് ജോഡ് ഓർബ് വീവർ എന്ന് പറഞ്ഞ ഒരു ജനറൽ സ്പൈഡർ ക്ലാസ്സിൽ പെടുന്ന ഒരു ചിലന്തിയാണ്. നേരത്തെ നമ്മൾ പല പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്പൈഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻസെക്റ്റ് അല്ല, അത് റാച്ചിനിഡേ ക്ലാസ് ആണെന്ന്. ഈ ലോങ് ജോഡ് ഓർബ് വീവറിന്റെ ജനറൽ ആയിട്ടുള്ള ഫാമിലി ക്ലാസിഫിക്കേഷൻ ടെട്രാഗ്നാത്തിഡേ എന്നാണ്. അപ്പോൾ ഇതും അതേ ഫാമിലിയിൽപ്പെട്ട സ്പൈഡർ തന്നെയാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം ല്യൂക്കേജ് ഫാസ്റ്റിഗാറ്റ. ഈ സയന്റിഫിക് നെയിം നിർണ്ണയിച്ചേക്കുന്നത് 1877 സൈമൺ ആണ്. ഇതിന്റെ കോമൺ നെയിം, ഇംഗ്ലീഷിൽ ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് പിയർ ഷേപ്ഡ് ല്യൂക്കേജ് എന്നാണ്. ഇതിന്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്ത്യയിലും ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും ഒക്കെ ജനറലി കാണപ്പെടുന്ന ഒരു സ്പൈഡറാണ്. ഇത് ഔട്ട്ഡോർ എൻവയോൺമെന്റ്സിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് കേരളത്തിലെ ഒരു വയലിൽ നിന്നാണ്. അങ്ങനെയുള്ള ഏരിയാസിലുള്ള ചെറുമരങ്ങളിലൊക്കെ അതിന്റെ ബ്രാഞ്ചസിന്റെ ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഇത് ഈ വല നെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശരീരത്തിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ഗോൾഡൻ സ്പോട്ട്സോട് കൂടിയ ഒരു അബ്ഡോമനാണ് ഇതിനുള്ളത്. അത് ഈ ഗോൾഡൻ തന്നെ ആയിരിക്കണം എന്നില്ല, സിൽവർ സ്പോട്ട്സും ആവാം. ഇതിൻ്റെ അബ്ഡോമൻ്റെ ഷേപ്പ് ഒരു പിയറിൻ്റെ ഷേപ്പ് പോലെ ആയതുകൊണ്ടാണ് ഇതിന് ആ പേര് തന്നെ കിട്ടിയത്. ഇതിൻ്റെ ഒരു ബോഡിയുടെ സൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാലുകൾക്ക് വളരെ നീളം കൂടുതലാണ്. അതുപോലെ തന്നെ ചെലിസറയ്ക്കും നീളം കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് പലർക്കും ചെലിസറ എന്താണെന്ന് അറിയാനുണ്ടാവില്ല. ഈ എട്ടുകാലികൾക്ക് മൂവ്മെൻറ്റിനായിട്ടുള്ള 8 കാലുകൾ കൂടാതെ തലയോടടുപ്പിച്ച് കുറച്ച് കാല് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കൂടിയുണ്ട്. അതിൽ ഒരു പെയറാണ് ചെലിസറ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് വലയിൽ കുടുങ്ങി ഇതിൻ്റെ ഇരകളെ പിടിക്കുന്നത്, ടോക്സിൻ ഇൻജെക്ട് ചെയ്ത് കൊല്ലുന്നത്. അപ്പോൾ ഈ 8 കാലികൾക്ക് ഈ ചെലിസറ എന്ന് പറഞ്ഞ പാർട്ടിന് നീളം കൂടുതലാണ്. പക്ഷേ ഈ വീഡിയോയിൽ അത് അത്ര വിസിബിൾ അല്ല, കാരണം ഈ 8 കാലി തന്നെ വളരെ ചെറുതാണ്. പിന്നെ ഇതിൻ്റെ 4ാമത്തെ കാലിൽ, അതായത് 2 സൈഡിലും 4 കാല് വെച്ചുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഏറ്റവും പുറകിലത്തെ കാലിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം ഒരു സ്പെഷ്യൽ ബ്രഷ് ടൈപ്പുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. കാലിൻ്റെ അടിയിലല്ല, കാലിൻ്റെ ഒരു മുട്ടിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ കുപ്പിയൊക്കെ കഴുകണ ബ്രഷ് പോലെ ഇരിക്കും. ഈ ഒരു ബ്രഷിൻ്റെ സ്ട്രക്ചർ ഇപ്പം കണ്ടുപിടിച്ചേക്കുന്ന ല്യൂക്കേജ് സ്പീഷീസിലുള്ള 8 കാലികളിൽ ഇതിന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് മറ്റുള്ള 8 കാലികൾ പോലെ തന്നെ ഇൻസെക്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക, ഇക്കോസിസ്റ്റം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ നമ്മുടെ വെറൈറ്റി ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഈ ഒരു സ്പീഷീസ്. കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ IUCNന്റെ റെഡ് ലിസ്റ്റിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതില്ല. ഇനി ഇതിൻ്റെ ഒരു ഡയറ്റ് ഹാബിറ്റ് പറയുകയാണെങ്കിൽ ചെറിയ കൊതുകുകൾ, ഈച്ചകൾ, മോത്സിനെയൊക്കെ വല വെച്ച് പിടിച്ച് കഴിക്കും. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെനം കുത്തിവെച്ച് ഇരയെ പാരലൈസ് ചെയ്യും. പാരലൈസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ വലയിൽ ആ സിൽക്ക് വെച്ചിട്ട് പൊതിഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇനി ഇതിനെ പിടിക്കാൻ പറ്റുന്ന പ്രെഡേറ്റേഴ്സിൽ നിന്ന് ഇതെങ്ങനെ രക്ഷപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്യാമഫ്ലേജിങ് ആണ്. അത്യാവശ്യം പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരു ചുള്ളിക്കമ്പൊക്കെ ഇരിക്കണ വരിയെ തോന്നുള്ളൂ. പിന്നെ വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, ഇത് പെട്ടെന്ന് ഒളിക്കും. പിന്നെ ആ വലയിൽ നിന്ന് പെട്ടെന്ന് ഒരു നൂല് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ സ്പൈഡർമാൻ കിടക്കണ വരി തൂങ്ങിക്കിടക്കും. ഇതിൻ്റെ സൈസും ചെറുതായതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ റിച്ച് വെജിറ്റേഷൻ ഉള്ള ഹ്യൂമിഡ് ആൻഡ് ട്രോപ്പിക്കൽ എൻവയോൺമെന്റ്സിലാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ 3 സ്റ്റേജസ് ആണ്: എഗ്, സ്പൈഡർലിംഗ്, അഡൽട്സ്. ഫീമെയിൽസ് ഈ നൂല് കൊണ്ടുണ്ടാക്കിയ സിൽക്ക് സാക്സിലാണ്, അതായത് ചാക്കുകളിലാണ് ഈ മുട്ടകൾ ഇടുന്നത്. എന്നിട്ട് അത് ഈ ഇലകളുടെ അടിയിലൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കും. മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വരുന്ന സ്പൈഡർലിങ്സ് ബലൂണിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ഡിസപ്പിയർ ചെയ്യും. ബലൂണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂലുകളിൽ ഇത് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഒന്നാമതേ ഇതിൻ്റെ അഡൽട്ട് തന്നെ 1 സെന്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ സ്പൈഡർലിങ്സ് വളരെ ചെറുതായിരിക്കും, മൈന്യൂട്ടായിരിക്കും, പെട്ടെന്ന് കാണാൻ പോലും പറ്റത്തില്ല. ഇനി ഇതിൻ്റെ ഒരു മെഡിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെനവും ഇതിൻ്റെ സിൽക്കും ഫാർമക്കോളജിക്കൽ റിസർച്ചിനായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അത് എന്തിനായിട്ടുള്ള റിസർച്ചാണ് എന്നൊന്നും അറിയത്തില്ല. 167 സ്പീഷീസ് ഉള്ള ഈ ല്യൂക്കേജ് ജനസിൽ ഇത്രയും വൈബ്രന്റ് കളേഴ്സ് ഉള്ള ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എടുക്കുകയാണെങ്കിൽ പൊതുവേ ഓർബ് വീവിംഗ് സ്പൈഡേഴ്സ് പേഷ്യൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഫെയ്റ്റ് സിംബിളൈസ് ചെയ്യുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് ഏത് കൾച്ചേഴ്സിലാണ് അങ്ങനെ ഒരു സിംബോളിസം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്രിപ്റ്റിക് കളറേഷനും ആ ഒരു വില്ലൻ ലുക്കും അതുപോലെ തന്നെയുള്ള ഒരു സ്വഭാവവും ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്പെഷ്യൽ ഐലൻഡ്സിലുള്ള കുറച്ച് സിനിമകളിൽ ഈ ജേർണി, കിങ് കോങ് ഐലൻഡ് പോലെയുള്ള സിനിമകൾ, അതുപോലെയുള്ള സിനിമകളിൽ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് മനുഷ്യനേക്കായ ഒരു വലുതൊക്കെ ആക്കി കൊണ്ടുപോയി നിർത്തുകയാണെങ്കിൽ ഒരു 10 മിനിറ്റത്തെ സീക്വൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട്. ഇതിൻ്റെ ആ ഒരു വെനം ലുക്കും പിന്നെ ഇതിൻ്റെ ഇരകളെ സിൽക്കിൽ പൊതിഞ്ഞിട്ട് കഴിക്കുന്ന ആ ഒരു രീതികളും ഒക്കെ അങ്ങടെ വെച്ചിട്ട് ഒരു അടിപൊളി ത്രെഡ് ഉണ്ടാക്കാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.